ഹായ് ഫ്രണ്ട്സ്, നമ്മൾ ഇന്ന് ഒരു ചെറിയ രാവിലെ ഒരു സഫാരിക്കാണ് പോകുന്നത്. ഇന്ന് സൺഡേ ആണ്. പ്രത്യേകിച്ച് വലിയ പ്ലാനുകളൊന്നുമില്ല. ഒരു ചെറിയൊരു യാത്ര, ചെറിയൊരു 5 മിനിറ്റ് ട്രിപ്പ് ഫോറസ്റ്റിലൂടെ, അതിനുവേണ്ടിയാണ് നമ്മൾ പോകുന്നത്. ഇപ്പോൾ സമയം ഏകദേശം ഒരു 8 മണിയായിട്ടുണ്ട്. ഫോറസ്റ്റ് യാത്രയുടെ ചെറിയൊരു യാത്രയാണ് നമ്മൾ രാവിലെ ഉദ്ദേശിച്ചേക്കുന്നത്. ജസ്റ്റ് ഒരു 5 മിനിറ്റ് യാത്ര. ഫോറസ്റ്റ്, ഇടതൂർന്ന ഫോറസ്റ്റ് ഇപ്പോൾ ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു. 2 സൈഡും തേക്ക് മരങ്ങളുണ്ട്. അതുപോലെ തന്നെ വേറെ വെറൈറ്റി ഓഫ് മരങ്ങളുണ്ട് ഇതിനകത്ത് കാണുവാൻ നമുക്ക് സാധിക്കുന്നുണ്ട്. എന്തായാലും ഇപ്പോൾ നിങ്ങൾക്ക് കാണുവാൻ സാധിക്കുന്ന ഒരു ചെറിയൊരു ടെമ്പിളാണ് ഇവിടുത്തെ ഹനുമാൻ്റെ ടെമ്പിളാണ്. ടെമ്പിളിനോട് ചേർന്ന് ഇവിടെ ഒരു ചെറിയ വില്ലേജുണ്ട്. വില്ലേജിൻ്റെ സൈഡിൽ നമുക്കൊരു ചെറിയ വേറെ ഒരു ടെമ്പിളാണിത്. ഈ ടെമ്പിളിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇത് ഒരു ഫോൾക്ക് ഗോഡ് ഡയറ്റിയാണ് ഇവിടെ ഉള്ളത്. ലോക്കൽ ഗോഡ് എന്നൊക്കെ പറയും. അതുപോലെ ഫോക്ക് ഡയറ്റിയാണ്. ഇതിൻ്റെ പേരെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് കൃത്യമായിട്ട് അറിയത്തില്ല. എനിക്ക് തോന്നുന്നു പോച്ചമ്മയാണ് എന്ന ചെറിയൊരു സംശയം ഇല്ലായില്ല. പക്ഷേ ഇവിടെ ഉള്ളവരൊക്കെ നല്ല ഫെസ്റ്റിവൽ ടൈമിൽ ഇവിടെ എല്ലാവരും വളരെ ഗ്യാദറായിട്ട് നല്ല ശരിക്കും അവർ സെലിബ്രേറ്റ് ചെയ്യുന്നുണ്ട്. അതിൻ്റെ പ്രത്യേക സീസണിലാണ് അവർ ഇപ്പോൾ ചെയ്യുന്നത്. ഇത് വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു ചെറിയ ടെമ്പിളാണ്. ഇപ്പോൾ നമുക്കതിൻ്റെ ആ പ്രതിഷ്ഠ നമുക്ക് കാണാൻ സാധിക്കും. ഞാനിപ്പോൾ അത് കാണിച്ചു തരാം നിങ്ങളെ. ഇതാണ് അതിൻ്റെ കറക്റ്റ് പ്രതിഷ്ഠ. പോച്ചമ്മയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. എന്തായാലും ഇവിടെ ഉള്ളവരൊക്കെ ഭയങ്കര ഭക്തിയിലാണ് ഇവിടുത്തെ ഓരോ കാര്യങ്ങൾ ചെയ്യുന്നത്. അതിൻ്റെ മുകളിൽ നമുക്കൊരു മണി കാണുവാൻ സാധിക്കുന്നുണ്ട്. പൂജയും കാര്യങ്ങളൊക്കെ പ്രത്യേക സമയത്താണ്. പക്ഷേ ഇവിടെ മെയിനായിട്ട് ഞാൻ അനുഭവിക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഭയങ്കര തണുപ്പാണ്. ഭയങ്കര തണുപ്പെന്ന് പറഞ്ഞാൽ എക്സ്ട്രീം അല്ല, നമുക്കൊരു നല്ല പ്ലസൻറ്റ്, നല്ല ഫ്രഷ് എയറും കിട്ടുന്നുണ്ട്. നല്ലൊരു കൂൾ അറ്റ്മോസ്ഫിയറാണ്. ഫോറസ്റ്റിലൂടെ യാത്ര ചെയ്യുന്നവർക്കറിയാം ശരിക്കും നല്ല ഫ്രഷ് എയറും അതുപോലെ തന്നെ അധികം എക്സ്ട്രീം അല്ലാത്ത തണുപ്പും നമുക്ക് അനുഭവിക്കാൻ സാധിക്കുന്നുണ്ട്. അതാണ് മെയിനായിട്ട്. നമുക്ക് എപ്പോഴെങ്കിലും നമുക്ക് ഒരു മൈൻഡ് റിഫ്രഷ് ആക്കാൻ യാത്ര പോകണമെങ്കിൽ തീർച്ചയായിട്ടും ഇങ്ങനെ ചെറിയൊരു ട്രിപ്പ് അടിച്ചു കഴിഞ്ഞാൽ നല്ല മൈൻഡ് റിഫ്രഷ് ആകും. പിന്നെ ഒത്തിരി മരങ്ങളുണ്ട് ഇതിനോട് ചേർന്ന് കാണുന്ന വില്ലേജിൽ ഉള്ളതാണ്. ഇവിടെ ഒരു പാറ പോലെ മൈതാനം നീണ്ടു തുറന്ന് കിടപ്പുണ്ട്. തേക്കാണ് മെയിനായിട്ട്. തേക്കല്ലാതെ വേറെ നെല്ലി മരങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ബാമ്പു ഉണ്ട്. ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന ചെറിയൊരു വെള്ളം ഒഴുകി വരുന്നതാണ് ഫോറസ്റ്റിൽ നിന്ന്. പക്ഷേ ഇപ്പോൾ ഇവിടെ എനിക്ക് നല്ല സൗണ്ട് വരുന്നുണ്ട്. ശരിക്കും നല്ല പവറിലാണ് ഇത് വരുന്നത്. മുകളിൽ നിന്ന് വരുന്നതുകൊണ്ടുണ്ടല്ലോ, കാട്ടിൽ നിന്ന് വരുന്ന നല്ല പവറാണ്, നല്ല ഫോഴ്സ് ഉണ്ട് ഇതിന്. ശരിക്കും നമുക്ക് ഈ വീഡിയോക്കകത്ത് കാണുന്ന പോലെയല്ല, നല്ലപോലെ വെള്ളം ഒഴുകി നല്ല പവറിലാണ് വെള്ളം ഒഴുകി പോകുന്നത്. ആ വെള്ളം ഒഴുകി പോകുന്ന നേരെ ഗോദാവരിയിലേക്കാണ്. നമുക്ക് കാണുമ്പോൾ അറിയാം പതഞ്ഞു പോയി നല്ല പവറിലാണ്. പിന്നെ അവിടുന്ന് കുറച്ചുകൂടെ മുമ്പോട്ട് പോയപ്പോഴത്തേനും മരങ്ങളൊക്കെ കാണാൻ സാധിക്കും. മരത്തിൻ്റെ പേരെന്നാന്ന് എനിക്കറിയത്തില്ല. തേക്കൊക്കെ കണ്ടാൽ പെട്ടെന്ന് നമുക്ക് മനസ്സിലാവും എന്താണോ ഏതോ. എങ്കിലും വളരെ പ്രൊട്ടക്റ്റ്, നല്ല തണുപ്പാണ്. നല്ല സൂപ്പറായിട്ട് നമുക്ക് കണ്ടോ. പെട്ടെന്ന് ഞാനൊരു കാഴ്ച കൊണ്ട് കുറച്ച് ആമ്പലും ഇതാരും നട്ടുപിടിപ്പിക്കുന്നൊന്നുമല്ല. ഇത് ജസ്റ്റ് ഇതിനകത്തുനിന്ന് വെള്ളം മഴ പെയ്യുമ്പോൾ ഇതിനകത്തുനിന്ന് പൊന്തി മുളച്ച് പെട്ടെന്ന് തന്നെ ഓട്ടോമാറ്റിക്കായിട്ട് ഉണ്ടാകുന്നതാണ്. ഈ വൈറ്റ്, നല്ല വെളുത്ത കളറുണ്ട്, പിന്നെ റെഡ് കളറുണ്ട്. അതുപോലെ തന്നെ നമുക്ക് റോസ് കളറ്. ഇത് കണ്ടിട്ട് എനിക്ക് വളരെ സന്തോഷമായി. വേണം നമുക്കിത് പറിക്കാം, പക്ഷെ നമ്മളിത് പറിക്കുന്നില്ല. ഇതിൻ്റെ മനോഹാരിത കണ്ടിട്ട് എനിക്കത് പറിക്കാൻ പോലും തോന്നുന്നില്ല. ശരിക്കും ഇതാരും തന്നെ നോട്ടീസ് ചെയ്തിട്ടില്ല കേട്ടോ. ഇത് ഇവിടെ ഇങ്ങനെ ഉണ്ടെന്ന് സൈഡിൽ തന്നെ, റോഡിൻ്റെ സൈഡിൽ തന്നെ, പക്ഷേ ആരും ഇത് നോട്ടീസ് ചെയ്തിട്ടില്ല. പക്ഷേ ഞാനിത് നോക്കിയപ്പം എനിക്ക് വളരെ ബ്യൂട്ടിഫുള്ളായിട്ട് തോന്നി. അതുകൊണ്ട് ഞാനിവിടെ വീഡിയോ എടുത്തത്. എന്തായാലും കുറച്ചുകൂടി മുമ്പോട്ട് പോകാം. ജസ്റ്റ് എനിക്കിപ്പോഴും പറയാനുള്ളത് കേട്ടോ, നമുക്ക് നല്ല കൂളാണ്. ഇത് ഒരു മരം വർഷങ്ങളായിട്ട് ഉണങ്ങി നിൽക്കുകയാണ്. ഉണങ്ങിപ്പോയത് വെട്ടിക്കളയേണ്ടതാണ്. റോഡ് സൈഡിൽ നിൽക്കുന്നതുകൊണ്ട് തീർച്ചയായിട്ടും വെട്ടിക്കളയുമായിരിക്കും കുറച്ചുകൂടെ നല്ലതായിരിക്കും. പിന്നെ ചെറിയ കാട്ടരുവികൾ ഒഴുകി വരുന്നതും
ശരിക്കും നമുക്ക് നല്ല കൂളാണ്. എന്തൊരു ഹാപ്പിനെസ് ആണെന്നറിയോ ഇതിലെ യാത്ര ചെയ്യുമ്പോൾ. ഇതും വേറെ വലിയ കാട്ട് അരുവിയാണ്. കാട്ടിലൂടെ ഒഴുകി വരുന്നു. മണലൊക്കെ കിടപ്പുണ്ട്. അങ്ങോട്ട് ഒഴുകി പോകുന്നു. അങ്ങോട്ട് ഒഴുകി പോകുന്നുണ്ട്. വെള്ളമൊന്നുമില്ല, മഴയൊക്കെ മാറിയല്ലോ, അതുകൊണ്ട് വലിയ മഴയൊന്നുമില്ല. ഇത് വേറെ ആണോ, ഹനുമാൻ്റെ ആണോ, ഏതൊരു ടെമ്പിളാണിത്. അത് അങ്ങോട്ട് പോയപ്പോൾ നമ്മൾ കണ്ടതാണ്. എന്തായാലും പിന്നെ ഞാൻ നോക്കുമ്പോൾ ഒരു മരത്തേൽ കുറച്ച് കൊട്ടയൊക്കെ തൂക്കിയിട്ടുണ്ട്. എന്താണെന്ന് എനിക്ക് മനസ്സിലായില്ല. ഇവിടെ നമുക്ക് ബാമ്പു കാണാം, ബാമ്പു ട്രീ കാണാം. ബാമ്പു ഒക്കെ ഇപ്പോൾ കുറഞ്ഞു വന്നേക്കുവാണ്. ഈ മരം എന്താണെന്ന് അറിയത്തില്ല, എന്തിനാ അങ്ങനെ വെച്ചേക്കണമെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. കുറച്ചുകൂടെ മുമ്പോട്ട് വന്നപ്പോഴത്തേനും അത്രയേ ഉള്ളൂ. എന്തായാലും വീഡിയോ കണ്ടതിന് താങ്ക് യു.